ഈ സംവിധാൻ ബച്ചാവോ റാലി വളരെ വിജയകരമായി സംഘടിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെയും ഒപ്പം ഇതിനോടൊപ്പം ചേർന്ന കൊല്ലം പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളെയും ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പരിപാടി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാന്യരായ മുൻ KPCC പ്രസിഡന്റ് ശ്രീ K മുരളീധരൻ MP സംസാരിക്കും. ആദരണീയനായ മുൻ KPCC പ്രസിഡന്റ് ശ്രീ MM ഹസൻ അവർകൾ ഭീകരവിരുദ്ധ പ്രതിജ്ഞ അദ്ദേഹം നിർവഹിക്കും. AIC സെക്രട്ടറി ശ്രീ VK അറിവഴകൻ, ശ്രീ AIC സെക്രട്ടറി ശ്രീ മൻസൂർ അലിഖാൻ, മറ്റ് ബഹുമാന്യരായ നേതാക്കളൊക്കെ തന്നെ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീക്ഷണത്തിൻ്റെ ആപ്പ്, നമ്മുടെ ഈ പേപ്പറുടെ സബ്സ്ക്രിപ്ഷൻ, അത് വീക്ഷണം പുതിയ രൂപത്തിൽ പുറത്തിറക്കുകയാണ്. മെയ് 31 വരെയുള്ളൊരു പ്രത്യേക ക്യാമ്പയിൻ അതിനായിട്ട് വീക്ഷണം ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ പാർട്ടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു വാർഡിൽ 10 വീക്ഷണം ഈ പേപ്പർ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യം. അപ്പോൾ 20,000-ഓളം വരുന്ന വാർഡുകളിൽ 10 ഈ പേപ്പർ വീതം 2 ലക്ഷം ഈ സബ്സ്ക്രിപ്ഷൻ വീക്ഷണത്തിന് ഉണ്ടാക്കി കൊടുക്കുക എന്നത് വീക്ഷണത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. 500 രൂപയാണ് ഒരു സബ്സ്ക്രിപ്ഷൻ. ഇന്ന് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അവർകൾ നിർവഹിക്കും. ഇപ്പോൾ ആദരണീയനായ മുൻ KPCC അധ്യക്ഷൻ ശ്രീ K മുരളീധരൻ അവർകൾ നമ്മെ അഭിസംബോധന സംസാരിക്കും. യോഗത്തിൻ്റെ അധ്യക്ഷൻ KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരൻ MP, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എന്നിവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഞാനിവിടെയുള്ള തിരുവനന്തപുരം ജില്ലയിലെയും ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കാനുള്ളൊരു മുഖ്യ കാരണം, വെറും 5 ദിവസത്തെ നോട്ടീസിലാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത്. അടുത്ത കാലത്തൊക്കെ നടന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രകടനമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത് എന്ന് അഭിമാനത്തോടെ പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. അതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കരുത്തെന്ന് പറയുന്നത്. എന്തെല്ലാം പറഞ്ഞാലും അവസാനം പാർട്ടി എന്ന വികാരം വരുമ്പോൾ പ്രവർത്തകർ ഒറ്റക്കെട്ടാകും എന്നുള്ളതിൻ്റെ തെളിവാണ് 5 ദിവസം കൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ മഹാസമ്മേളനം. ഇവിടെ നമുക്കറിയാം, സംവിധാൻ ബച്ചാവോ എന്ന മുദ്രാവാക്യം കൊണ്ട് നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് പഹൽഗാമിൽ നമ്മുടെ 26 സഹോദരന്മാരെ വെടിവെച്ച് കൊന്ന ആ സംഭവം. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ രാജ്യം ഒറ്റക്കെട്ടാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാനോട് ഒരു മയവും കൂടാതെ തിരിച്ചടിക്കണം എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ദിവസമായിട്ട് 26 നമ്മുടെ സഹോദരന്മാരെ വെടിവെച്ച് കൊന്ന ഒരു തീവ്രവാദിയെങ്കിലും അറസ്റ്റ് ചെയ്യാനോ വെടിവെച്ചിടാനോ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എപ്പോഴും പറയും, ഇവിടെ പറഞ്ഞ പോലെ ഇപ്പം വയ്ക്കും വെടി എന്ന് പറയുന്നതല്ലാതെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, വെക്കടേ വെടി. പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുമല്ലോ. ഒരു തീവ്രവാദിയെപ്പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. എന്നിട്ടാണ് വാചക കസർത്ത് നടത്തിക്കൊണ്ട് നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആകെ നടക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ, ഒരു EDയും ഉണ്ട്, അത്യാവശ്യം CBIയും ഉണ്ട്. എവിടേക്കാണോ കോൺഗ്രസ് ഭരിക്കുന്നത്, എവിടെയെല്ലാമാണോ BJP വിരുദ്ധ സർക്കാർ ഭരിക്കുന്നത്, അവിടെയൊക്കെ കയറി ഇറങ്ങുന്ന ജോലിയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ. പക്ഷേ കേരളത്തിൽ മാത്രം കയറില്ല. കാരണം നരേന്ദ്രമോദി വിഴിഞ്ഞം ഹാർബറിൻ്റെ ഉദ്ഘാടനത്തിലൊരു കാര്യം പറഞ്ഞല്ലോ, ഇന്ത്യ മുന്നണിയുടെ ബാക്ക് ബോണാണ് പിണറായി എന്ന്. അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടൊന്നുമില്ല. ഇന്ത്യ മുന്നണിക്ക് പാര വയ്ക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് എല്ലാവരേക്കാളും നന്നായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാം. പക്ഷേ അതുകൊണ്ടാണ് കയറേണ്ട സ്ഥലത്ത് മാത്രം ED കയറുന്നില്ല, കയറാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ ED കയറുന്നു. അതാണ് ഇന്ന് ഇന്ത്യയിലത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇതിനെല്ലാം പുറമെ ഏതെങ്കിലും ഒരു സർക്കാർ പരിപാടിയോ ഇതേതെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ മോഡി